നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ അമേരിക്ക സമാധാന ചർച്ചയിൽ പുരോഗതിയില്ല. മകന്റെ വാരാന്ത്യ വിവാഹ ചടങ്ങിന് പോലും പോകാതെ ട്രംപ് പെന്റഗണിൽ തുടരുന്നു. വീണ്ടും ഒരു യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ഇറാനുമേൽ ഏതു നിമിഷവും US സൈന്യത്തിന്റെ ശക്തമായ വ്യോമാക്രമണങ്ങൾ ഉണ്ടായേക്കാം എന്ന് ആഭ്യന്തര സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും സൈനിക നീക്കത്തിനുള്ള അന്തിമ പദ്ധതികൾക്ക് വെള്ളിയാഴ്ച ട്രംപ് ഭരണകൂടം രൂപം നൽകിയതായാണ് വിവരം. മകന്റെ വിവാഹ ചടങ്ങുകൾക്ക് പോലും പങ്കെടുക്കാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിൽ തുടരുകയാണ്. നിർണായക സമയത്ത് ഇവിടെ തുടരേണ്ടത് അത്യാവശ്യമാണെന്നാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം. ഇത് യുദ്ധത്തിനുള്ള പുറപ്പാടാണെന്ന് റിപ്പോർട്ടുകൾ. അതിനിടെ ചില മേഖലകളിൽ തിങ്കളാഴ്ച വരെ ഇറാൻ വ്യോമപാത അടച്ചിട്ടത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഇതേസമയം ആക്രമണമുണ്ടായാൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഇടങ്ങളിൽ അതിശക്തമായ പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർ IRGC US-ന് മുന്നറിയിപ്പ് നൽകി. നിലവിൽ ഇരുവിഭാഗവും പൂർണ്ണ യുദ്ധസജ്ജരായി നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. മേഖലയിലെ കമാൻഡർമാർക്കും ഇന്റലിജൻസ് വിഭാഗത്തിനും വൈറ്റ് ഹൗസ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരം പുറത്തുവിട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന പ്രകാരം സാധ്യമായ സൈനിക നീക്കങ്ങൾ മുന്നിൽ കണ്ട് US സൈന്യത്തിലെയും ഇന്റലിജൻസ് ഏജൻസികളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തങ്ങളുടെ മെമ്മോറിയൽ ഡേ യാത്രാ പദ്ധതികൾ റദ്ദാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരിക്കുന്ന US സൈനികരെ തിരിച്ചു വിളിക്കുന്നതിനും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുമുള്ള അടിയന്തര ലിസ്റ്റുകൾ ഡിഫൻസ് മിലിറ്ററി വിഭാഗം പുതുക്കി തുടങ്ങി. ഇറാൻ തിരിച്ചടിച്ചാൽ US സൈന്യത്തിന് ഉണ്ടാകാനിടയുള്ള നാശനഷ്ടങ്ങൾ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദേശ മണ്ണിലെ US സൈനിക സാന്നിധ്യം പുനഃക്രമീകരിക്കുന്നത്. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചയിൽ പല വിഷയങ്ങളിലും കടുത്ത അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നതായാണ് ഇറാൻ പറയുന്നത്. വരും ആഴ്ചകളിലോ മാസങ്ങളിലോ ധാരണയിലെത്താനാകുമോ എന്ന് പറയാൻ പ്രയാസമാണെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ അമിതമായ ആവശ്യങ്ങളാണ് സമാധാന ചർച്ചകൾ തുടരുന്നതിനുള്ള പ്രധാന തടസ്സമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി കുറ്റപ്പെടുത്തി. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ് അരാഗ്ചിയുടെ പ്രതികരണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മുന്നോട്ടുവച്ച പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ് യുറേനിയം ശേഖരം ഇറാനിൽ നിന്ന് മാറ്റുക എന്നത്. എന്നാൽ രാജ്യത്തെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഒരു കാരണവശാലും വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ പാടില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമനേയി കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശേഷിയുള്ള ഉയർന്ന തോതിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കൈവശം വയ്ക്കാൻ അനുവദിക്കില്ല എന്നും അവ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. യുറേനിയം ശേഖരം പൂർണ്ണമായും രാജ്യത്തിന് പുറത്തേക്ക് മാറ്റുകയും സായുധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കുകയും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യാതെ യുദ്ധം അവസാനിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇസ്രയേൽ. യുറേനിയം ശേഖരം രാജ്യത്ത് നിന്ന് നീക്കിയാൽ US-ൽ നിന്നോ ഇസ്രയേലിൽ നിന്നോ ഉണ്ടാകാനിടയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ ശേഷിയെ ദുർബലപ്പെടുത്തുമെന്നാണ് US-ന്റെ ആവശ്യം തള്ളിയ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ സമാധാന ചർച്ചകളിൽ ഇതുവരെ കരാറുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് വിവരം. അതേസമയം ചർച്ചകളിൽ പുരോഗതിയുള്ളതായി ഇറാനിൽ നിന്നുള്ള ഉന്നതരിൽ നിന്ന് വിവരം ലഭിച്ചതായാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 3 മാസമായി തുടരുന്ന ഈ സംഘർഷം ആഗോള ഊർജ്ജ വിപണിയെയും ഇന്ധനവിലയെയും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച US സമർപ്പിച്ച അവസാന ഉടമ്പടി നിർദ്ദേശം ഇറാൻ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഈ നിർദ്ദേശം നിരസിച്ചാൽ പ്രത്യാഘാതം സൈനിക നടപടിയായിരിക്കുമെന്ന് വാഷിംഗ്ടൺ ഇറാന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങൾക്കും നേരിട്ട നയതന്ത്ര ബന്ധമില്ലാത്തതിനാൽ പാകിസ്ഥാൻ വഴിയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷലാണ് നിലവിൽ ടെഹ്റാനും വാഷിംഗ്ടണും ഇടയിലെ പ്രധാന ആശയവിനിമയ ചാനലായി പ്രവർത്തിക്കുന്നത്. ഇറാന്റെ മറുപടി ഉടൻ തന്നെ പാകിസ്ഥാൻ വഴി US-ന് ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാറിന് മധ്യസ്ഥത വഹിക്കുന്നതിനായി പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ തെഹ്റാനിലെത്തി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആഴമേറിയതും പ്രാധാന്യം അർഹിക്കുന്നതുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവിനെ ഉദ്ധരിച്ച് ഇറാനിയൻ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനിടെ മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളികളാകുന്നതിനായി ഖത്തറിൽ നിന്നുള്ള സംഘവും ടെഹ്റാനിൽ എത്തിയതായാണ് റിപ്പോർട്ട്. സമാധാന കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ നിലനിൽക്കുന്ന ഭിന്നത പരിഹരിക്കുകയാണ് ഖത്തറിൽ നിന്നുള്ള സംഘത്തിന്റെ ദൗത്യമെന്നാണ് റിപ്പോർട്ട്.
US ഉദ്യോഗസ്ഥരിൽ നിന്നും ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ചില നല്ല സൂചനകളുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. എന്നാൽ താൻ അധികം ശുഭാപ്തി വിശ്വാസിയാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഏതാനും ദിവസത്തിനുള്ളിൽ എന്താണ് വരുന്നതെന്ന് കാണാമെന്നും റൂബിയോ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. US ഇപ്പോഴും സൈനിക നടപടിയേക്കാൾ നയതന്ത്ര ചർച്ചകൾക്കാണ് മുൻഗണന നൽകുന്നത്. ചർച്ചകളിൽ പുരോഗതി ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലും ഇനിയും ധാരണയായിട്ടില്ല. ഇറാൻ സഹകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് സൈനിക ശക്തി ഉപയോഗിച്ച് തുറക്കുന്നതിനായി സ്വീഡനിൽ വെച്ച് നാറ്റോ സഖ്യകക്ഷികളുമായി പ്ലാൻ ബി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് മാർക്കോ റൂബിയോ പറഞ്ഞത്. ഖത്തറിൽ മധ്യസ്ഥത സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിലവിൽ പാകിസ്ഥാനാണ് പ്രാഥമിക ഇടനിലക്കാർ എന്നാണ് റൂബിയോ മറുപടി നൽകിയത്. പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ പ്രശംസനീയമായ പ്രകടനമാണ് നടത്തിയതെന്നും റൂബിയോ പറയുന്നു. ഇക്കാര്യത്തിൽ തീർച്ചയായും മറ്റ് രാജ്യങ്ങൾക്കും താൽപ്പര്യമുണ്ട്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾക്ക്. തങ്ങൾ അവരോടും ചർച്ച നടത്തും എന്നും റൂബിയോ പറഞ്ഞു. അതേസമയം മൂത്ത മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ വാരാന്ത്യ വിവാഹ ചടങ്ങിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പങ്കെടുക്കില്ലെന്ന് റിപ്പോർട്ട്. പാം ബീച്ചിലെ സാമൂഹിക പ്രവർത്തകയായ ബെറ്റിന ആൻഡേഴ്സിനെയും ഡൊണാൾഡ് ട്രംപ് ജൂനിയറിനെയും വാരാന്ത്യ വിവാഹത്തിൽ പങ്കെടുക്കില്ലെന്ന് സൂചിപ്പിക്കുന്നതാണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പ്. ചടങ്ങിൽ പങ്കെടുക്കാതെ ട്രംപ് തലസ്ഥാനത്ത് തുടരുന്നത് എന്തിനെന്ന് വ്യക്തമല്ല. മകന്റെ ഒപ്പമുണ്ടായിരിക്കാൻ ആഗ്രഹമുണ്ടെന്നും അമേരിക്കൻ ഐക്യനാടുകളോടുള്ള തന്റെ സ്നേഹം തന്നെ അതിന് അനുവദിക്കുന്നില്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഈ സുപ്രധാന കാലയളവിൽ വാഷിംഗ്ടൺ DC-യിലെ വൈറ്റ് ഹൗസിൽ തുടരേണ്ടത് എനിക്ക് പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നുവെന്നും ട്രംപ് കുറിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് ജൂനിയറിനെയും ബെറ്റിനെയും അഭിനന്ദിച്ചാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഹോർമൂസ് തുറക്കുന്നതിൽ അമേരിക്കയും ഇറാനും തമ്മിൽ കരാറിലെത്താനുള്ള സാധ്യത 50% മാത്രമാണെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് പറഞ്ഞിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഇനി യുദ്ധമുണ്ടായാൽ ഗൾഫ് മേഖലയുടെ സ്ഥിരതയെ നശിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ അമേരിക്കയുമായി രമ്യതയിലെത്താനുള്ള പല അവസരങ്ങളും ഇറാൻ കളഞ്ഞുകുളിച്ചു. ഇത്തവണ അങ്ങനെ ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറാന്റെ ആണവായുധ പദ്ധതികൾ UAE-യുടെ പ്രഥമ ആശങ്കയാണെന്നും ഹോർമൂസ് ഉടൻ തുറക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനിടെ അമേരിക്കൻ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡ് രാജിവെച്ചിട്ടുണ്ട്. രാജിക്കത്ത് തുൾസി ഗബാർഡ് X-ലാണ് പങ്കുവച്ചത്. അർബുദബാധിതനായ ഭർത്താവിനെ പരിചരിക്കുന്നതിന് വേണ്ടിയാണ് രാജിയെന്നാണ് തുൾസി വ്യക്തമാക്കിയിരിക്കുന്നത്. ഭർത്താവിന് അപൂർവമായ ബോൺ ക്യാൻസർ ആണെന്നും അദ്ദേഹത്തെ പരിചരിക്കാൻ ഔദ്യോഗിക ചുമതല ഒഴിയുന്നു എന്നുമാണ് തുൾസി ഗബാർഡ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം രാജിവെക്കാൻ തുൾസിയെ വൈറ്റ് ഹൗസ് നിർബന്ധിക്കുകയായിരുന്നു എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. ഇറാനെ ആക്രമിക്കാനുള്ള ട്രംപിന്റെ തീരുമാനത്തിൽ തുൾസി ഗബാർഡ് അസംതൃപ്തയായിരുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അമേരിക്ക ഇറാനെതിരെ ആക്രമണം ശക്തമാക്കിയതോടെ തുൾസിയും ട്രംപ് ഭരണകൂടവും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായതായും ഊഹാപോഹങ്ങൾ ഉണ്ട്. ഇറാന്റെ ആണവശേഷിയുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ നിലപാടിന് വിരുദ്ധമായ സമീപനം തുൾസി ഗബാർഡ് സ്വീകരിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഇറാന്റെ ആണവശേഷി തകർക്കാൻ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് ശേഷം അവ പുനർനിർമ്മിക്കാൻ ഇറാൻ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല എന്നതായിരുന്നു തുൾസി ഗബാർഡ് സ്വീകരിച്ച നിലപാട്. എന്നാൽ ഇറാന്റെ ആണവ ഭീഷണി നേരിടാൻ ആക്രമണം അനിവാര്യമാണ് എന്നാണ് ട്രംപിന്റെ നിലപാട്. യുദ്ധത്തെ പിന്തുണയ്ക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി നാഷണൽ കൗണ്ടർ ടെററിസം സെന്ററിന്റെ ഡയറക്ടറായ ജോ കെന്റ് നേരത്തെ രാജിവെച്ചിരുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.